വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും വിൽപ്പനയുടെയും പശ്ചാത്തലത്തിൽ വരും തലമുറയെ സംരക്ഷിക്കണമെന്ന ഉദ്ദേശ്യലക്ഷ്യത്തോടുകൂടി കണ്ണമംഗലം GMUP സ്കൂൾ അച്ചനമ്പലത്ത് മനുഷ്യമതിൽ തീർത്തു. പരിപാടിയിൽ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UM ഹംസ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തയ്യിൽ ഹസീന, കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ PK സിദ്ദീഖ്, സരോജിനി, റൈഹാനത്ത്, വിവിധ വാർഡ് മെമ്പർമാർ, കണ്ണമംഗലം ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് കുമാർ MN, ഗിരീഷ് കുമാർ T, ജൂനിയർ HI, സുബിത M, JHI, സ്കൂൾ HM യശോദ ടീച്ചർ, പൗരപ്രമുഖർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, PTA, SMC ഭാരവാഹികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകർ, ഓട്ടോ യൂണിയൻ, വിവിധ ക്ലബ്ബ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത് ലഹരിക്കെതിരെ മനുഷ്യമതിൽ തീർത്തു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഇന്ന് കണ്ണമംഗലം, അതായത് അച്ചനമ്പലം UP സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും അതുപോലെ തന്നെ നാട്ടുകാരും, ആശാവർക്കർമാരും, കുടുംബശ്രീ അംഗങ്ങളും, ജനപ്രതിനിധികളും, വ്യാപാരി വ്യവസായി, ഓട്ടോ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, എല്ലാ പൊതുപ്രവർത്തകരും, സാമൂഹ്യ പ്രവർത്തകരും അടക്കം മൊത്തം ആളുകളും പങ്കെടുത്ത ഒരു മനുഷ്യ മതിൽ ഇന്ന് അച്ചനമ്പലം അങ്ങാടിയിൽ സൃഷ്ടിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു. നമ്മുടെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ നമ്മുടെ കൊച്ചനിയന്മാരെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും അയൽവാസികളെയും ഒക്കെ ഈ ലഹരി എന്നൊരു മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യ മതിലാണ് ഇന്ന് നമ്മൾ തീർത്തിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ അച്ചനമ്പലം ജനകീയ കൂട്ടായ്മ, ലഹരി മുക്ത അച്ചനമ്പലം എന്നൊരു ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ചനമ്പലം ജനകീയ കൂട്ടായ്മ എന്നുള്ള ഒരു സമിതി രൂപീകരിച്ച് തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ നാടിനു വേണ്ടിയിട്ട് എല്ലാവരും, ഈ നാടിന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ അച്ചനമ്പലം പ്രദേശം ലഹരി മുക്തമാക്കണമെന്ന ഏക ഉദ്ദേശത്തോടു കൂടി ഒരു സമിതി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നതിന്റെ മനുഷ്യമതിൽ അത് സമ്പൂർണ്ണ വിജയമായിരുന്നു. ഈ വരും ദിവസങ്ങളിൽ എല്ലാ ഭാഗത്തേക്കും ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കണം. ഇതിന്റെ പരിപൂർണമായിട്ടും എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാവണമെന്ന് MTA ന്യൂസ് വേങ്ങര.